നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. എൻ്റെ ചെണ്ടുമല്ലി ചെടി കണ്ടില്ലേ, ഓറഞ്ചും യെല്ലോയും രണ്ടും ഉണ്ട് കേട്ടോ. നമ്മൾ എന്ന് തൈ നട്ടു എന്ന് മുതൽ എന്തൊക്കെ വളപ്രയോഗം തൊട്ട് വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 1 മുട്ട് വരുമ്പോൾ അത് മുറിച്ച് കളയാനും ഓഗസ്റ്റ് 8 ശേഷം വരുന്ന മുട്ടുകൾ നിലനിർത്താനും. ആ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്തം എന്നാണോ അതിൻ്റെ തലേ ദിവസം തന്നെ പൂക്കൾ വിരിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 ദിവസം മുന്നേ തന്നെ ഏകദേശം വലിയ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇന്ന് നമുക്ക് പൊട്ടിക്കാൻ പാകത്തിലായി. ഇന്ന് അത്തമാണ്. ഇന്ന് മുതൽ ഇനി 10 ദിവസത്തേക്ക് പൂക്കൾ ഇതിന് സമൃദ്ധിയായിട്ട് കിട്ടും. കാരണം വലിയ പൂക്കൾ മാത്രം പൊട്ടിക്കുന്നു, ചെറിയ പൂക്കൾ അവിടെ നിർത്തുന്നു. അത് ഓരോ ദിവസം കഴിയുന്തോറും വളർന്നു വരുന്നു. അപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഏകദേശം 750-ലേറെ ആളുകളും ഗ്രൂപ്പുകളുമായിട്ട് കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വിളിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൂക്കൾ കിട്ടി. പിന്നെ ചില ആളുകൾക്ക് ചില അസുഖം വരുമ്പോൾ നമ്മൾ അതിനും മരുന്നും ടെക്നിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആർക്കും ദോഷം വരാതെ. പിന്നെ ഇതിൻ്റെ ലാഭം നഷ്ടം എന്ന് തീരുമാനിക്കുന്നത് നമ്മളെ പ്രവർത്തനമാണ്. നമ്മൾ തന്നെ അധ്വാനിച്ച് ഇതിന് മണ്ണിട്ട് കൊടുക്കലും വളം കൊടുക്കലും ആണെങ്കിൽ നമുക്കിത് വളരെ ലാഭകരമാണ്. എന്നാൽ ഒരു ജോലിക്കാരെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ചെറുകിട സംവിധാനങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാവും. കാരണം കൂലി കൂടുതൽ ചിലവാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ ഓണം വളരെ കളർഫുൾ ആവട്ടെ. അതേപോലെ അടുത്ത വർഷത്തേക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു താല്പര്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നിങ്ങളുടെ ചെടികളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ചെടികളുടെ ഫോട്ടോയും നമ്മളൊരു ഓണം ചലഞ്ച് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടായ ഓണത്തിന് തയ്യാറാക്കിയ ചെടികളുടെ ചെണ്ടുമല്ലിയുടെ ഫോട്ടോ എനിക്ക് ഒരു 3 ഫോട്ടോ അയച്ചു തരിക. അതിൻ്റെ താഴെ ഓണം ചലഞ്ച് എന്ന് കൂടി രേഖപ്പെടുത്തുക.